നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയോ ചുരിദാർ മെറ്റീരിയലിൻ്റെ വീഡിയോയോ ഒന്നും അല്ല കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ റീസെല്ലിങ്ങിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് പോകുന്നത്. ഞാൻ ഇതിനെപ്പറ്റി പറയാനുണ്ടായ കാരണം, ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് ചുരിദാർ മെറ്റീരിയലുകളുടെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആളുകൾ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു റീസെല്ലർ അല്ല. എൻ്റെ കയ്യിൽ ഈ ചുരിദാർ മെറ്റീരിയലുകളൊക്കെ റെഡി സ്റ്റോക്കായിട്ടാണുള്ളത്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സിനുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അതിൽ കുറച്ച് ആളുകൾക്ക് പോലും റീസെല്ലിങ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാതെയാണ് അവർ എന്നോടിങ്ങനെ ഓരോരോ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതേപോലെ ഞാൻ ഇതിനു മുമ്പ് ഡ്രസ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഇട്ടതിനും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടതിനുമൊക്കെ ഒരുപാട് പേരെനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അവർക്കൊക്കെ ആദ്യമേ ഞാനൊരു താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് റീസെല്ലിംഗ്? റീസെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡീലറുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇടനിലയായിട്ട് നമ്മൾ ഇടനിലക്കാരായിട്ട് നിന്നുകൊണ്ട് ഒരു കസ്റ്റമറിന് വാങ്ങിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഡീലർ നമുക്ക് ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് തരുന്നു, അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഒരു മാർജിൻ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ ഇനിയും ഇത് ആർക്കൊക്കെ ചെയ്യാമെന്ന് നോക്കാം. റീസെല്ലിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. പിന്നീട് ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ റീസെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് ഒരു വ്യക്തമായ ധാരണ വേണം. അതായത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങളിപ്പോൾ റീസെല്ല് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു അറിവുള്ള കാര്യമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ക്ലോത്തിൻ്റെ ഒരു റീസെല്ലിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി കുറച്ചൊക്കെ ഒരു അറിവുണ്ടായിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്പ് ക്ലോത്തിനെ പറ്റിയും, അത് ഇപ്പം ഡ്രസ് മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റിനെ പറ്റിയും അങ്ങനെയൊക്കെ ഒരറിവുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളോട് ഡയറക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യമേ ചെയ്യേണ്ടത്, അവർ ഏത് പ്രോഡക്റ്റാണ് റീസെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി തറവായിട്ട് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അതേപോലെ അത് ഏത് ഡീലറാണ്, ജെന്യുവിനായിട്ടുള്ള ഡീലർ ഏതാണെന്ന് നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മൾ കണ്ടെത്തണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഡീലറെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് നമുക്കിന്ന് ഓൺലൈനിൽ ഒരുപാട് ഹെൽപ്പ് കിട്ടും. ഇന്നിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അങ്ങനെ ഏതിൽ വേണമെങ്കിലും സെർച്ച് ചെയ്ത് ഡീലറെ കണ്ടെത്താൻ പറ്റും. അതല്ലെങ്കിൽ ഇതേ പ്രോഡക്റ്റിൻ്റെ റീസെല്ലിംഗ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരോട് ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം. ഡീലറുടെ ഡീറ്റെയിൽസ് വാങ്ങി നിങ്ങൾ സ്വന്തം റിസ്കിൽ അതിനെപ്പറ്റി കറക്റ്റായിട്ട് അന്വേഷിക്കണം. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതലും ഈ റീസെല്ലിംഗ് പ്രോഡക്ട്സിൻ്റെ ഡീലേഴ്സ് ഉണ്ടാവുക. ഒരുപാട് ചീറ്റിംഗ് ഉള്ള ഒരു മേഖലയാണിത്. അപ്പോൾ നിങ്ങളൊരു ജെന്യുവിനായിട്ടുള്ള ഒരു ഡീലറെ കണ്ടെത്തിയെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും ഒരു പ്രോഡക്റ്റ് ആദ്യമേ ഓർഡർ ചെയ്യണം സ്വന്തം യൂസിന് വേണ്ടി. അതെന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനും അതേപോലെ നമുക്ക് അവരുടെ ഡീലിംഗ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി സ്വന്തം യൂസിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി നോക്കുക. അതിനുശേഷം ഈ പ്രോഡക്റ്റ് നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന ആ പ്രോഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളെ വെച്ച് നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആകാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കണം എന്ന് മാത്രം. അങ്ങനെയുള്ളവരെ വെച്ച് നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഡീലർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാറുള്ള പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് കോപ്പി ചെയ്ത് നിങ്ങൾ അതേ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക. അവിടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും, പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഡീലർ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടാകും. പ്രൈസ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിലുള്ള മാർജിൻ ആഡ് ചെയ്ത്, ആദ്യമേ തന്നെ ഒരുപാട് മാർജിനൊന്നും ആഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുക ബുദ്ധിമുട്ടായിരിക്കും. ഒരു ചെറിയ മാർജിൻ ഇട്ട് ആ പ്രോഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുക.
അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി മാത്രമല്ല, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങാം, ഫേസ്ബുക്കിൽ പേജ് തുടങ്ങാം. അതിലൊക്കെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കിട്ടും. അതിനുശേഷം സപ്പോസ് ഇപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഫോട്ടോ ഇഷ്ടപ്പെട്ടു, അല്ല ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അവർ സെൻഡ് ചെയ്ത് തരും. ഇത് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കും, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തിരക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ഡീലറുമായിട്ട് ഡിസ്കസ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തിരക്കി അപ്പോൾ തന്നെ നിങ്ങളുടെ കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കണം. അതിനുശേഷം ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം കസ്റ്റമർക്ക് അത് വേണം എന്ന് പറയുകയാണെങ്കിൽ ആദ്യമേ നിങ്ങൾ അതിനുള്ള പേയ്മെൻറ്റ് അവരുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുക. അതായത് ഈ റീസെല്ലിംഗ് പ്രോഡക്ട്സിനൊന്നും ആരും COD ഫെസിലിറ്റി തരാറില്ല. എല്ലാവരും മുമ്പ് തന്നെ ഓൺലൈൻ പേയ്മെൻറ്റാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആദ്യമേ പേയ്മെൻറ്റ് ആവശ്യപ്പെടുക. നിങ്ങളുടെ മാർജിനും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കും അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങേണ്ടത്. ആ പേയ്മെൻറ്റ് വാങ്ങിയ ശേഷം നിങ്ങളുടെ മാർജിന് എടുത്തതിന് ശേഷം ബാലൻസ് ഡീലർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ പ്രോപ്പർ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം വാങ്ങി അതേപോലെ തന്നെ ഡീലർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഡീലർ അത് അന്ന് തന്നെയോ അല്ലെങ്കിൽ 1 ഡേ കഴിഞ്ഞോ അതിനുള്ളിൽ 24 ഹവേഴ്സിന് ഉള്ളിലായിട്ട് തന്നെ മിക്ക ഡീലേഴ്സും പ്രോഡക്റ്റ് സെൻഡ് ചെയ്യാറുണ്ട്. സെൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാക്കിംഗ് ID നിങ്ങൾ ആവശ്യപ്പെടണം. അത് ഡീലറുടെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങളുടെ കസ്റ്റമറിന് അപ്പം തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് റീസെല്ലിംഗ്, ഒരു പ്രോഡക്റ്റിൻ്റെ റീസെല്ലിംഗ് നോർമലി ചെയ്യാറുള്ളത് എല്ലാവരും. പിന്നെ ഇതിൽ 0% റിസ്ക് ആണ്, 0% ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതിൽ ഒട്ടും റിസ്ക് ഇല്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമുക്ക് എത്ര ജെനുവിനായിട്ടുള്ള ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നും ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള ചീറ്റിങ്ങുകളൊക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് റീസെല്ല് ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമർ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, അതുപോലെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഈ റീസെല്ലിംഗ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിട്ടതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് അവർക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് വാങ്ങിക്കൊടുത്തത് കൊണ്ട് അത് സക്സസ് ആയി, അതുകൊണ്ട് നമ്മുടെ റീസെല്ലിംഗ് ബിസിനസ് എന്നും സക്സസ് ആയി തന്നെ മുന്നോട്ട് പോകുമെന്ന് ആരും വിചാരിക്കരുത്. ഇത് ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വാങ്ങിക്കൊടുക്കുമ്പോഴും നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള റിസ്കുകളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.